Hi friends, focus area macroeconomics 5th chapter government budget and the economy. അതിലെ ഫോക്കസ് ഏരിയയിലുള്ള നോട്ടുകൾ തരികയാണ്. ഗവൺമെൻറ് ബജറ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത് ബജറ്റ് എന്താണെന്നുള്ളതാണ്. ഗവൺമെൻറ് ബജറ്റ് ഈസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കാണിക്കുന്നതാണ് ബജറ്റ്. ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. അതാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ആദ്യത്തെ ഒരു ചോദ്യസാധ്യത ഉള്ളത് കോർ ഏരിയയിലെ ചോദ്യസാധ്യത ഉള്ളത് വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് എന്നും ഇത് ചോദിക്കും. The government has to perform 3 economic functions. They are ഗവൺമെൻറ് ബജറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൽ ഒന്ന് അലോക്കേഷൻ ഫങ്ഷൻ വിനിമയധർമ്മം എന്നാണ് പറയുന്നത്. അലോക്കേഷൻ ഫങ്ഷൻ ഇറ്റ് റെഫേഴ്സ് ടു സപ്ലൈ ഓഫ് പബ്ലിക് ഗുഡ്സ് ടു ദ പീപ്പിൾ ലൈക്ക് റോഡ്സ്, പാർക്ക്, സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് എക്സെട്ര ടു ബി യൂസ്ഡ് ബൈ ഓൾ ആർ കോൾഡ് പബ്ലിക് ഗുഡ്സ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് പൊതുജനങ്ങൾക്ക് പൊതുവായി ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതാണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയുള്ളതാണ് പ്രൈവറ്റ് ഗുഡ്സ്. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം പൊതുജനങ്ങൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പബ്ലിക് ഗുഡ്സ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെൻറ് ബജറ്റ് ഉപയോഗപ്പെടുത്താം. അതാണ് ഒരു ധർമ്മം, അലോക്കേഷൻ ഫങ്ഷൻ. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ഗവൺമെൻറ് ബജറ്റ് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്നൊക്കെ പറയാം. വിതരണധർമ്മം. ഇറ്റ് റെഫേഴ്സ് ടു the activities of the government to reduce inequality in income and wealth. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ വിതരണധർമ്മം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ വിതരണത്തിൻ്റെ അസമത്വം കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനത്തിൻ്റെ വിതരണത്തിൻ്റെ അസമത്വം കുറയ്ക്കാൻ പറ്റും. ദി ഗവൺമെൻറ് imposes higher taxes from rich people and uses this revenue for the welfare of the poor people. ഗവൺമെൻറ്റിന് സമ്പന്നരിൽ നിന്ന് വർദ്ധിത നികുതി പിരിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ ഒരു സാമ്പത്തിക തുല്യത വരുത്താൻ പറ്റും. ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. This function of the government is called distribution function. ഇതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ ഒരു വരുമാനത്തിൻ്റെ വിതരണത്തിൽ തുല്യത വരുത്താൻ ഗവൺമെൻറ് ബജറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മൂന്നാമത്തത് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. സമ്പദ് വ്യവസ്ഥയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ, ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ, സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ വിലക്കയറ്റമോ ഇതൊക്കെ ഇല്ലാതെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ബജറ്റ് ഉപയോഗിച്ച് പറ്റുമെന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. സ്ഥിരതാധർമ്മം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി, എക്കണോമിക് സ്റ്റെബിലിറ്റി എക്സെട്ര. ഇപ്പോൾ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അത് വിലസ്ഥിരത നിലനിർത്തുക, അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയെ ഉയർച്ചതാഴ്ചകൾ, സാമ്പത്തിക മാന്ദ്യം ഇവയൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ബജറ്റിലെ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനങ്ങളും ചെലവുകളും ഉപയോഗിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഡ്യൂറിങ് ഡിപ്രഷൻ, ഈ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്താണെങ്കിൽ ഡ്യൂറിങ് ഡിപ്രഷൻ ദ ഗവൺമെൻറ് ഇൻക്രീസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ and
ഇൻക്രീസ് എ ഡി. സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഗവൺമെൻറ് ചെലവുകൾ വർദ്ധിക്കുകയാണെങ്കിൽ എ ഡി വർദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ പറ്റും. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ, ഇനി വിലക്കയറ്റാണുള്ളെങ്കിൽ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ദ ഗവൺമെൻറ് റെഡ്യൂസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു ബ്രിങ് ഡൗൺ അഗ്രേ ഡിമാൻഡ് ആൻഡ് കൺട്രോൾ. During inflation, the government reduces public expenditure to bring down aggregate demand and control price rise. വിലക്കയറ്റുള്ള സമയത്താണെങ്കിൽ ഡിമാൻഡ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെലവുകൾ കുറച്ചുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ട് അത് വിലക്കയറ്റം തടയാൻ പറ്റും. The government uses monetary policy and fiscal policy to maintain stability. സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത വരുത്താൻ വേണ്ടി ഗവൺമെൻറ് മോണിറ്ററി പോളിസി പണനയം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി ധനനയം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോക്കസ് ഏരിയയിൽ അടുത്തൊരു ഭാഗമാണ് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വരുമാനങ്ങളാണ്, ഗവൺമെൻറ് ചെലവുകളാണ്. അതിൻ്റെ ഒരു വിശദീകരണമാണ്. എന്തൊക്കെ വരുമാനം, എന്തൊക്കെ ചെലവ്, അതിൻ്റെ വിശദീകരണമാണ്. The annual financial statement of the income and expenditure of the government is called government budget. A budget has two accounts. First one revenue account and second one capital account. അപ്പം ബജറ്റ് രണ്ട് അക്കൗണ്ടുകളായിട്ടാണ്. ഒന്ന് റവന്യൂ അക്കൗണ്ടാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഈ ഫസ്റ്റ് വൺ റവന്യൂ അക്കൗണ്ട്. It consists of current revenue receipt and revenue expenditure. Current revenue expenditure, current revenue receipt ഉൾപ്പെടുന്നതാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ട് അക്കൗണ്ടാണ്, റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ. രണ്ടിലും വരുമാനങ്ങളും ചെലവുകളും ഉണ്ട്. ദെൻ റവന്യൂ റെസീപ്റ്റ്, റവന്യൂ വരുമാനങ്ങളാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ദ റെസീപ്റ്റ്സ് വിച്ച് ഡു നോട്ട് ക്രിയേറ്റ് ലയബിലിറ്റീസ് ഓർ റെഡ്യൂസ് ഗവൺമെൻറ് അസറ്റ്സ് are called revenue receipt. The receipts which do not create liabilities, ഗവൺമെൻറ്റിന് ബാധ്യത സൃഷ്ടിക്കാതെ ഗവൺമെൻറ് ആസ്തികൾ കുറയ്ക്കാതെയുള്ള വരുമാനങ്ങളെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് ബാധ്യതകളില്ലാത്ത വരുമാനങ്ങൾ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഫസ്റ്റ് വൺ ടാക്സ് റവന്യൂ. നികുതി വരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ടാക്സ് റവന്യൂ. ടാക്സസ് ആർ കമ്പൽസറി പേയ്മെൻറ്റ്സ് ടു ദ ഗവൺമെൻറ് വിതൗട്ട് എനി ഡയറക്റ്റ് ബെനിഫിറ്റ്. ടാക്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഗവൺമെൻറ് വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഒരു നിർബന്ധിത അടവാണ്. ടാക്സസ് ആർ കമ്പൽസറി പേയ്മെൻറ്റ്സ് ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്കുള്ള ഒരു നിർബന്ധിത അടവാണ് ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. ഗവൺമെൻറ് ബജറ്റ് ചാർട്ട് രൂപത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. അതിൽ ഗവൺമെൻറ് ബജറ്റിൽ ഒന്ന് റവന്യൂ ബജറ്റ്. ഈ നോട്ടിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ഭാഗം ക്യാപിറ്റൽ ബജറ്റ് ഇങ്ങനെ എഴുതാം. ഗവൺമെൻറ് ബജറ്റ്, റവന്യൂ ബജറ്റ്. അതിൽ റവന്യൂ റെസീപ്റ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഈ റവന്യൂ റെസീപ്റ്റ് എന്തൊക്കെയാണ്? ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഈ ടാക്സ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, ഗിഫ്റ്റ് ടാക്സ് ഉണ്ട്, അതൊക്കെ. എസ്റ്റേറ്റ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, GST ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നികുതി അല്ലാത്ത വരുമാനം എന്നാണ്. നികുതിയേതര വരുമാനം എന്തൊക്കെ? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, പലിശ ലഭിക്കും. നോൺ ടാക്സ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, അതൊക്കെ ഗ്രാൻഡ് ഒക്കെ അതിൽ പറയും, നോൺ ടാക്സ് പറയും. ഇനി റവന്യൂ ചെലവുകൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്? പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുന്ന ചിലവുകളുണ്ട്, സാമ്പത്തിക ആസൂത്രണത്തിൽ പെടാത്ത ചിലവ്. ഈ സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുന്ന എന്തൊക്കെ? അസിസ്റ്റൻസ് ഫോർ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് പ്ലാൻ, സെൻട്രൽ അസിസ്റ്റൻസ്, കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയൊക്കെ സഹായിക്കുന്നത്, അത് ചിലവാണ്, പ്ലാൻ എക്സ്പെൻഡിച്ചറാണ്. സെൻട്രൽ പ്ലാനിൽ പറയുന്ന
പ്രകാരമുള്ള ചിലവുകളാണ്. ഇനി നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, പ്ലാനിൽ പെടാത്തതാണ്. അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, പലിശ അടയ്ക്കുന്നത്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ചിലവ്, സബ്സിഡി കൊടുക്കുന്നത്, സബ്സിഡീസ്, സാലറീസ്, പെൻഷൻസ്, ഇതൊക്കെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ ചർച്ച ചെയ്തു, റവന്യൂ റിസീപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപിറ്റൽ ബജറ്റാണ്. അതിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്. ക്യാപിറ്റൽ റിസീപ്റ്റ് എന്തൊക്കെ വരും? മൂലധന വരുമാനങ്ങൾ. എക്സ്പെൻഡിച്ചർ ക്രിയേറ്റിംഗ് ലയബിലിറ്റി ഓർ റെഡ്യൂസ് അസറ്റ്സ് ഈസ് കോൾഡ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഗവൺമെൻറ്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ആസ്തികൾ കുറയ്ക്കുന്നതോ ആയ വരുമാനങ്ങളാണ്. അതിൽ മാർക്കറ്റ് ബോറോയിങ്, പ്രധാനമായും കടമെടുക്കലാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. മാർക്കറ്റ് ബോറോയിങ്സ്, ലോൺസ് ഫ്രം RBI, ലോൺ ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ്, റിക്കവറീസ് ഓഫ് ലോൺ, സെയിൽസ് ഓഫ് PSUs ആൻഡ് സ്മോൾ സേവിങ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ റെസീപ്റ്റ് മൂലധന വരുമാനങ്ങളിൽ പെടുന്നതാണ്. കടമെടുക്കുന്നുള്ള വരുമാനം, RBIന്ന് ലോൺ എടുക്കുന്നത് ഉള്ള വരുമാനം, ലോൺ ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ്, അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലോൺ എടുക്കുന്നത്, റിക്കവറീസ് ഓഫ് ലോൺ, ലോൺ കൊടുത്തത് തിരിച്ചെടുക്കുന്നത്, സെയിൽസ് ഓഫ് PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ദെൻ സ്മോൾ സേവിങ്സ്, ചെറുകിട സമ്പാദ്യം, അതിൻ്റെ പണമെടുക്കുക. ഇതാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവുകൾ. ഈ മൂലധന ചെലവഴിക്കുകയാണ് ക്രിയേറ്റ് അസറ്റ്സ്, അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അതിൽ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുന്ന മൂലധന ചെലവുകളാണ്. അതിൽ അക്വിസിഷൻ ഓഫ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്, ലോൺ ടു സ്റ്റേറ്റ്സ്, യൂണിറ്റ് ടെറിട്ടറി എക്സെട്ര. ആസ്തികൾ ഉണ്ടാക്കുന്ന ചെലവുകളാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആസൂത്രിത മൂലധന ചെലവുകൾ, അത് അക്വിസിഷൻ ഓഫ് ലാൻഡ്, ഭൂമി വാങ്ങാനുള്ള ചിലവ്, ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ചിലവ്, മെഷീനറി വാങ്ങാനുള്ള ചിലവ്, ഇതൊക്കെ അതിൽപ്പെടും. ആസ്തികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയറിൽ നിക്ഷേപിക്കുക, ലോൺ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്, അതെല്ലാം ഈ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ്. ഇനി നോൺ പ്ലാൻ, പ്ലാനിൽ പെടാത്തത്, സാമ്പത്തിക ആസൂത്രണത്തിൽ പെടാത്തത് ഇതൊക്കെ നോക്കാം. ജനറൽ സർവീസസ്, ദെൻ സോഷ്യൽ സർവീസസ്, എക്കണോമിക് സർവീസസ്, ഇങ്ങനെയുള്ള പൊതു സേവനങ്ങളെല്ലാം ഈ നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് പെടുന്നത്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. കോർ ഏരിയയിലുള്ള മറ്റൊരു ചോദ്യമാണ് മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഈ ബഡ്ജറ്റ് ഏതൊക്കെ തരമുണ്ടെന്ന് നോക്കാം. ബഡ്ജറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ബാലൻസ് ബഡ്ജറ്റ് ആൻഡ് സർപ്ലസ് ബഡ്ജറ്റ്. ഇങ്ങനെ 3 തരം ബഡ്ജറ്റുകൾ പറയാം. കമ്മി ബഡ്ജറ്റ് ഉണ്ട്, സന്തുലിത ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മിച്ച ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റിൻ്റെ ടൈപ്പ് നമുക്ക് ഗ്രാഫിലേക്ക് പകർത്താം. ബഡ്ജറ്റ് എന്താണ്? ഒന്ന് ബാലൻസ് ബഡ്ജറ്റ് ഉണ്ട്, വരുമാനവും ചെലവും, ഗവൺമെൻറ് വരുമാനവും ചെലവും തുല്യമാണെങ്കിൽ അതിനെ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുന്നു. ഇനി അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, സന്തുലിത ബഡ്ജറ്റ് അല്ലാത്തത്. അൺബാലൻസ്ഡ് 2 തരമുണ്ട്. ഒന്ന് കമ്മി ബഡ്ജറ്റ് ഉണ്ട്, ഗവൺമെൻറ് ചെലവ് കൂടുതലും ഗവൺമെൻറ് വരുമാനം കുറവുമാണെങ്കിൽ അതിനെ കമ്മി ബഡ്ജറ്റ് എന്ന് പറയും. ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ഗവൺമെൻറ് റവന്യൂ റിസീപ്റ്റ്. ഇനി സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുതൽ, then government receipt is greater than government expenditure, that is surplus budget. മിച്ച ബജറ്റ്, ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂടുതലും ഗവൺമെൻറ് ചിലവ് കുറവാണെങ്കിൽ അതാണ് മിച്ച ബജറ്റ്. ഇത്രയാണ് ബജറ്റിൻ്റെ ടൈപ്പുകൾ. ഇനി അടുത്ത ചോദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റാണ്. ബജറ്റ് കമ്മി പലതരമുണ്ട്, പ്രധാനമായിട്ട് 3 തരമാണ്, അതിവിടെ വിശദീകരിക്കാം. ഒന്ന് റവന്യൂ ഡെഫിസിറ്റാണ്, റവന്യൂ സൈഡിൽ മാത്രമുള്ള കമ്മിയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. When government revenue expenditure exceeds government revenue receipts, it is revenue deficit. റവന്യൂ ചെലവുകൾ റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ഒരു സമവാക്യം കൊടുക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്. ഇനി അടുത്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി. ഇത് റവന്യൂ കമ്മിയാണ്, റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ കമ്മിയാണ്. ഇത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്നാണ് മലയാളം പറയാം.
ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്. കടമെടുക്കുന്ന ഒഴികെയുള്ള കമ്മി എന്നാണ് ഇത് പറയുന്നത്. കടമെടുക്കുന്നത് ഒഴികെയുള്ള കമ്മി. അതിനർത്ഥം ഒരു ഗവൺമെൻറ് എത്ര കടമെടുക്കണം എന്ന്, ബജറ്റ് കമ്മി നികത്താൻ വേണ്ടി എത്ര കടമെടുക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഗ്രോസ് ഫിസ്ക്കൽ, ഇതിനൊരു സമവാക്യം കൊടുക്കാം. ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്. അങ്ങനെ ഒരു സമവാക്യം കൊടുക്കാം. ഇനി വേറൊരു സമവാക്യം കൊടുക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്. അങ്ങനെയും പറയാം. കടമെടുക്കുന്നത് ഒഴികെയുള്ള വരുമാനം, മൊത്തം ചിലവും കടമെടുക്കുന്നത് ഒഴികെയുള്ള വരുമാനം തമ്മിലുള്ള വ്യത്യാസം എന്നാണ് തന്നെ കമ്മി ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടോട്ടൽ ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഈ കടബാധ്യത എവിടെ നിന്നൊക്കെ എടുക്കാം, കടം എവിടെ നിന്നൊക്കെ എടുക്കാം. ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ബോറോയിങ് അറ്റ് ഹോം. രാജ്യത്തിനകത്തുനിന്ന് കടമെടുക്കാം, ജനങ്ങളിൽ നിന്നും. ദെൻ ബോറോയിങ് ഫ്രം RBI നിന്ന് കടമെടുക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടമെടുക്കാം. ദെൻ പ്ലസ് ബോറോയിങ് ഫ്രം എബ്രോഡ്. ഇങ്ങനെ 3 വിധത്തിൽ ഗവൺമെൻറ്റിന് കടമെടുക്കാവുന്നതാണ്. ഒന്ന് രാജ്യത്തിനകത്തുനിന്ന് കടമെടുക്കാം, ഇനി RBI നിന്ന് കടമെടുക്കാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കാം. ഇനി അടുത്തൊരാശയമാണ് പ്രൈമറി ഡെഫിസിറ്റ്. മൂന്നാമത്തെ ഒരാശയമാണ് പ്രാഥമിക കമ്മി. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് എക്സസ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓവർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റും ധനക്കമ്മിയും പലിശ അടവും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ധനക്കമ്മിയിൽ നിന്ന് പലിശ അടവ് കുറച്ചാൽ എന്ത് കിട്ടും? പ്രാഥമിക കമ്മി കിട്ടും, പ്രൈമറി ഡെഫിസിറ്റ്. വേറൊരു ആശയമാണ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്, പണമാക്കൽ കമ്മി. മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്, ബജറ്റ് കമ്മി നികത്താൻ വേണ്ടി നോട്ട്, പണം അടിച്ചിറക്കുന്നതിനെയാണ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസ്ഡ് ബൈ പ്രിൻറ്റിംഗ് കറൻസി ഈസ് കോൾഡ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പം പ്രധാനമായിട്ടും 3 തരം കമ്മികളാണ് ഇവിടെ പറയുന്നത്. റവന്യൂ കമ്മി, ധനക്കമ്മി, പ്രാഥമിക കമ്മി. ഓക്കെ, താങ്ക് യു.